ഹായ് എവ്രി വൺ, അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഷിഹാന മീൻ. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ നല്ല പെട്ടെന്ന് എങ്ങനെ നല്ല ടേസ്റ്റുള്ള ഒരു മാങ്ങാച്ചാറ് ഉണ്ടാക്കിയെടുക്കാം എന്നാണ് കേട്ടോ. അതിനായിട്ട് നമ്മൾ മാങ്ങ അരിഞ്ഞെടുത്തിട്ട് ഞാനതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഈ അച്ചാർ ഉണ്ടാക്കുന്ന താത്തേനോൾ ഉണ്ടാക്കുന്ന അച്ചാർ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഓളുടെ റെസിപ്പിയാണ് കേട്ടോ അത്. അപ്പോൾ അതിന് തന്നെ നമുക്ക് ആദ്യം നമ്മുടെ കയ്യിലുള്ള വെളിച്ചെണ്ണ, ഓയിലോ എന്താണെന്ന് വെച്ചാൽ ഒരു പാനിലേക്ക് അത് ഒഴിച്ചെടുത്തിട്ട് അതിലേക്ക് ഒരു 3 സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക, ഈ കാണുന്ന പോലെ. എന്നിട്ട് നമുക്കിതിലേക്ക് ഞാൻ 1 സ്പൂൺ കടുകും, ഒരു 1/4 സ്പൂൺ ചെറിയ ജീരകവും, ഒരു 1/4 സ്പൂൺ ഉലുവയും എടുത്ത് പൊടിച്ചിട്ടുണ്ട്. ആ പൊടിച്ച പൊടിയാണ് കേട്ടോ. അതൊന്ന് നമുക്ക് ഒരു സ്പൂൺ പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് നല്ലോണം ഇങ്ങനെ മിക്സ് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചാൽ മാങ്ങ ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ചേർത്ത് കൊടുക്കുന്ന പൗഡർ ഉണ്ടല്ലോ, ആ പൗഡറാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ. അത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു അച്ചാറാണ് കേട്ടോ. കടുകൊന്നും പൊട്ടിക്കൊന്നും വേണ്ട, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ എന്നിട്ട് നല്ലോണം അത് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കത് നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് കുറച്ച് വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് പിന്നെ പെട്ടെന്ന് കേട് വരാണ്ടിരിക്കാനും നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ. ഈ അച്ചാർ പെട്ടെന്ന് കേട് വന്ന് പോകും. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടെടുക്കണമായിരിക്കും ബെറ്റർ എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. ഈ അച്ചാർ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പെട്ടെന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. വലിയ പണിയൊന്നുമില്ല ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പം മാങ്ങക്കാലൊക്കെ ആയില്ലേ അല്ലേ? അപ്പോൾ മാങ്ങയൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഈ അച്ചാറൊന്ന് പരീക്ഷിച്ച് വെക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.